കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരി അനയയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുവെന്ന് DMO. കുട്ടിയുടെ നട്ടെല്ലിലെ സ്രവം പരിശോധിച്ചതിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. മകൾ മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ലെന്നായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വലിയൊരു ആക്രമണം, അതിൽ ഈ കുടുംബം അക്രമം നടത്തിയ സനൂപ് ഉൾപ്പെടെ ഉയർത്തിയ ഒരു ചോദ്യം ഇതായിരുന്നു: എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന അറിവ് തന്നില്ല, സ്ഥിരീകരണം തന്നില്ല. ഇപ്പോൾ DMO നൽകുന്ന സ്ഥിരീകരണം എന്താണ് ഇപ്പോൾ ഔദ്യോഗികമായി മെഡിക്കൽ റിപ്പോർട്ടായി പറയുന്നത്? പ്രതീഷ്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് ഈ 9 വയസ്സുകാരിയായിട്ടുള്ള അനയ്യ മരിച്ചതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മരണത്തിൽ, അനയ്യയുടെ മരണത്തിൽ സംശയമുണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല എന്നായിരുന്നു ആ കുടുംബം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം. സനൂപ് അടക്കം, ഈ ഡോക്ടറെ വെട്ടിയ സനൂപ് അടക്കം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം അതായിരുന്നു. എന്നാൽ ഇപ്പോൾ DMO തന്നെ അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തന്നെയാണ് അനയ്യ മരണപ്പെട്ടതെന്ന്. ഈ അനയ്യയുടെ നട്ടെല്ലിൽ നിന്നുള്ള സ്രവം എടുത്തുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് അമീബിക് ആണെന്ന് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഈ രോഗം പടർന്നു എന്ന് പറയുന്ന താമരശ്ശേരിയിലെ ഇവരുടെ വീടിന് സമീപത്തുള്ള ഈ കുളം, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു കിണർ, ഈ 2 ജലസ്രോതസ്സുകളിലെയും വെള്ളം പരിശോധിച്ചിരുന്നു. ആ പരിശോധനത്തിലും അക്കാന്തമിക് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരമാണ് അക്കാന്തമിക് അമീബ മൂലമാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്നും മൂക്കിലൂടെയാണ് ഈ അക്കാന്തമിക് അമീബ ശരീരത്തിനകത്ത് കയറിയതെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൽ അമീബിക്കാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ആ കുടുംബം പക്ഷേ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ടല്ല എന്ന കാര്യമായിരുന്നു മുന്നോട്ട് പറഞ്ഞിരുന്നത്. പ്രജീഷ്.